രാജ്യം. ഇതൊക്കെ കണ്ടിട്ട് ജനാധിപത്യ രാജ്യമാണെന്ന് തോന്നില്ല ഗൈസ്. എനിക്ക് ഒട്ടും തോന്നുന്നു. എനിക്ക് പേടിയാണ്. ഇപ്പൊ ഇന്ത്യയിൽ ജീവിക്കാൻ തന്നെ പേടിയാവുകയാണ്. ചോദ്യം ചോദിക്കുന്നവന്റെ വായടപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ കുട്ടികൾ ചോദിച്ച ചോദ്യം കാര്യമല്ലേ? ഇവിടെ രാഷ്ട്രീയവും കാര്യങ്ങളും ഒന്നുമല്ല. രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചേക്ക്. ഞാൻ ഇന്ന് സമരപന്തലിലാണുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ല. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉടനീളം സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഡൽഹിയിൽ ജന്തർ മന്തർ നടക്കുന്ന ആ കുട്ടികളെ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന CJP പാർട്ടിയുടെ ഒരു സംഭവം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളിലാണെങ്കിലും അത് സംബന്ധിച്ച് വാർത്ത പുറത്തോട്ട് വരുന്നതിൽ അതിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളെ നന്നായിട്ട് മർദ്ദിക്കുന്നുണ്ട്. എന്താവശ്യകതയാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിരന്തരം റീലും കാര്യങ്ങളും കുട്ടികളെ അനുകൂലിച്ചാണ് വരുന്നതൊക്കെ കാണുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഇതിനകത്ത് അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്നത്. ഒന്ന് CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ട് കുറെ അധികം മജോറിറ്റി ഓഫ് ആൾക്കാർ വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ടാണ് വരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ BJP പ്രവർത്തകരായിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരെന്താണ് കേന്ദ്രത്തെ അനുകൂലിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സത്യാവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? CJPയെ നമ്മൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? കേന്ദ്രത്തെ നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഞാൻ ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഈ CJP പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഒരു സംഭവം വരുന്നത്, ഇതിന്റെ മെറിറ്റ്സ് മാത്രം നമ്മൾ അങ്ങ് എടുക്കുകയാണ്. ഇതിനകത്ത് ഈ ഒരു പാർട്ടി നേരത്തെ വെച്ച അജണ്ടയില് ഒരു പാർട്ടിയായിട്ട് രൂപീകരിച്ചില്ല. ഇവരാദ്യം ഒരു ഇൻസ്റ്റാഗ്രാം, അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങിയാണ്. അത് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്താണ്, ഒരു കോടതി വിധിയിൽ ഒരു ജഡ്ജി പറയുകയാണ്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരു കോക്രോച്ചിനെ പോലെയാണ്, അവർക്ക് ജോലിയും കൂലിയും ഇല്ല, അവർ പാറ്റകൾക്ക് സമമാണെന്ന് പറഞ്ഞുകൊണ്ട് യുവതലമുറയെ ആക്ഷേപിക്കുമ്പോൾ, അടച്ചവഹേളിക്കുമ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് മനം നൊന്നിട്ട് കാനഡയിൽ ഇരുന്നുകൊണ്ട് അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി തുടങ്ങിയ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് മാത്രമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അത് ഒരാഴ്ച കൊണ്ട് അത് ജനങ്ങളുടെ ഇടയിൽ വളരെ ശ്രദ്ധ ആകർഷിക്കപ്പെടുകയും അതുപോലെ തന്നെ BJPയെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് അതിനാകുകയും, അപ്പൊ അതിനെന്തോ കുരി പൊട്ടിയിട്ട് അത് ആ പേജ് അടിച്ചു കളയുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു രീതി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നീറ്റ് പരീക്ഷ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ നീറ്റ് പരീക്ഷ എന്താണെന്ന്. അപ്പൊ അതിൽ തുടരെ ഈ പരീക്ഷകളിൽ ചോദ്യപേപ്പറുകൾ ചോരുന്നു. അപ്പം നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ 1-2 വർഷത്തേക്ക് പിള്ളേരെ കഠിനാധ്വാനമാണ്. അപ്പൊ അതേ തുടർന്ന് 10-20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്ത ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പ്രതിഷേധിച്ച് തെരുവുകളിലോട്ട് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് ഡൽഹി ജന്തർ മന്തർ, കാരണം ഡൽഹിയിൽ സമരം സമാധാനപരമായിട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതാണ് ജന്തർ മന്തർ. മുൻകൂട്ടി അനുവാദമൊക്കെ വാങ്ങണം. അപ്പൊ അവര് ജന്തർ മന്തർ തെരഞ്ഞെടുത്ത് അവിടെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ സമരമുറകൾ ചെയ്തുകൊണ്ട് വരുന്നതിന്റെ ഇടയ്ക്ക് 1-1.5 മാസമായി തുടങ്ങിയിട്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വന്ന പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന്റെ തുടർച്ച. അപ്പം വെൽക്കം ബാക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോക്ക് ഹൈപ്പ് കൊടുത്ത് ചെയ്യണം, കാരണം എന്നാൽ മാത്രം ഈ വീഡിയോ മറ്റുള്ളവരിലോട്ട് എത്തുകയുള്ളൂ. ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കി തുടങ്ങാം. സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ നിരന്തരമായിട്ടുള്ള ഈ ചോദ്യപേപ്പർ ചോർച്ച കുട്ടികളിലും രക്ഷകർത്താക്കളിലും ആശങ്ക ഉണ്ടാക്കി. തീർച്ചയായും ആശങ്ക ഉണ്ടാക്കും. കാരണം അവിടെ ഒരു ട്രാൻസ്പെറന്റ് അല്ല. അപ്പൊ നമുക്ക് അത് സുതാര്യമല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എക്സാം എഴുതി സമയം കളയുന്നു, ഇത് വേസ്റ്റ് അല്ലേ എന്ന് തോന്നിയേക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സമരം നടത്തുകയും ഈ കുട്ടികളെ ഡൽഹിയിൽ നിന്ന് പാർലമെന്റിലോട്ട് സമരം നടക്കുകയും അത് തികച്ചും അക്രമാസക്തമാകുകയും ലാത്തി ചാർജ് അടക്കമുള്ള കാര്യങ്ങൾ വരും. ലാത്തി ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത ലാത്തി ചാർജ് ആണ്. ഇവിടെ അവിടെയൊക്കെ വന്നിരിക്കുന്ന പോലീസുകാർക്ക് ഈ നെയിം ബോർഡ് പോലും ഇല്ലാതെയാണ് തല്ലി ചതച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു വിഷ്വൽസ് ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും യൂട്യൂബ് എടുത്ത് തൂത്തുവരി ദൂരെ കളയും. എന്നാലും ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പം അങ്ങനെ കുട്ടികളെ ഭയങ്കര മൃഗീയമായിട്ട് ഒരു BJP ഗുണ്ടകൾ ഇറക്കി വിടുന്നതിന് സമാനമായിട്ടാണ് അവിടെ ആ ഒരു പ്രതിഷേധം വന്നിട്ടുള്ളത്. അപ്പം എന്തൊക്കെയായാലും ഈ ഒരു കുട്ടികളെ തല്ലി ചതയ്ക്കുന്നത് നമുക്ക് കണ്ടു നിൽക്കാനേ പറ്റില്ല. അത് തികച്ചും തികച്ചും അത് ഒരു മനുഷ്യർക്കും കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. നമ്മുടെ ഇവിടുന്ന് രഞ്ജിനി, ഹരിദാസ്, ദിയ അങ്ങനെയുള്ള കുറെ ആൾക്കാര് ഡൽഹിയിൽ പോയി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവര് പറഞ്ഞ ടിയർ ഗ്യാസ്, കണ്ണീർവാതകമൊക്കെ ഇങ്ങനെ ഇറക്കി വിടുകയാണ്. അപ്പത്തേക്ക് നമുക്ക് ദേഹമാസവും ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്കത് സഹിക്കാൻ പറ്റില്ല. കുഞ്ഞു കുട്ടികളെ വരെ തല്ലി ചതയ്ക്കുകയാണ്. ശരിക്കും ഇതിനകത്ത് നോക്കുവാണെങ്കിൽ എന്താണ് പറയേണ്ടത്,
ഗുണ്ടകളെ ഇവർ ഇറക്കിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അതിനകത്ത് അടിക്കാൻ തന്നെ തയ്യാറായിട്ട് വന്നിട്ടുള്ള പോലീസുകാരാണ്, എന്തിനും തയ്യാറായിട്ട് അടിക്കാൻ തന്നെയുള്ള ഒരു പോലീസുകാരാണ് വന്ന് നിൽക്കുന്നത്. അന്നേരത്തേക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നും നോക്കണ്ട, എല്ലാത്തിനും അടിച്ചോടിച്ചോ. എന്തിനാണ് BJP സർക്കാർ ഇവരെ ഇങ്ങനെ ഭയക്കുന്നത്? അടിച്ചോടിച്ച് ഇവരെ വാ അടപ്പിക്കണം എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് എവിഡന്റ് ആണ്. അപ്പം ഇങ്ങനെ ഒരു എന്താണ് ഈ ചോദ്യപേപ്പർ ചോർച്ച വന്നപ്പം ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ വ്യക്തമാണ് അവര് ചോദിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ചോദ്യപേപ്പർ നിരന്തരമായിട്ട് ചോരുമ്പം എന്ത് മാനദണ്ഡമാണ് എന്താണ് കേന്ദ്ര സർക്കാർ എടുത്തേക്കുന്നത്, എന്ത് നയമാണ് എടുത്തിരിക്കുന്നത്? ഒരു തവണയൊക്കെ 2 തവണയൊക്കെ പല തവണയാകുമ്പോഴത്തേക്ക് അതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന ഈ മന്ത്രി എന്താണ് ഇതിന് ഒന്നും ഒരു ഉത്തരവ് നൽകാത്തത്? അല്ലെങ്കിൽ ഉത്തരവ് നൽകേണ്ട ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് BJP സർക്കാർ എന്താണ് പൊതിഞ്ഞു പിടിക്കുന്നത്? അതായത് ഇയാളെ എന്തിനാണ് സംരക്ഷിക്കേണ്ടതെന്ന് എന്നൊക്കെ, അതെന്തിന്റെ ആവശ്യകതയാണ്? ഇദ്ദേഹത്തിന് ഈ പണി പറ്റത്തില്ലെങ്കിൽ ഈ ഒരു സ്ഥാനം മറ്റാർക്കെങ്കിലും ഏൽപ്പിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങളാണ് കുട്ടികൾ ഉയർത്തിയിരുന്നത്. അപ്പം ഇങ്ങനെ കുട്ടികളുടെ ഈ ചോദ്യങ്ങള് വളരെ ജെന്യൂൻ ആണെന്നും സമൂഹം അത് ഏറ്റെടുക്കുകയും അതുപോലെ സമൂഹ മാധ്യമങ്ങൾ വഴി എല്ലാവരും ഇത് കുട്ടികളുടെ കൂടെ നിൽക്കുകയും ചെയ്തപ്പോഴത്തേക്ക് എന്താണ് ഈ കേന്ദ്ര സർക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നു. എന്താണ് JP നന്ദനാർ എല്ലാം കൂടെ വന്നിട്ട് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നു. പക്ഷെ ചർച്ചയൊക്കെ ശരിയാണ്, ഒരു വൈകുന്നേരം 4 മണി രാവിലെ തുടങ്ങിയ ചർച്ച 4 മണി 5-6 മണിക്കൂർ നീണ്ടു നിന്നെങ്കിലും ആ ചർച്ചയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് കുട്ടികളുടെ വാദം. അപ്പം വാംചുക് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ കുട്ടികൾക്ക് പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിരാഹാര സമരം കടന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിനെ എന്താണ് ഡോക്ടേഴ്സ് വന്ന് പരിശോധിക്കുകയും 10-20 ദിവസത്തോളം ഈ ഒരു നിരാഹാര സമരം കടന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റ് വളരെ അധികമായിട്ട് കുറഞ്ഞതായിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിന് എന്താണ് ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയായിരുന്നു. ഹോസ്പിറ്റലിലോട്ട് മാറ്റിയതിനു ശേഷം ഇദ്ദേഹം എന്താണ് ഈ നിരാഹാര സമരം തുടർന്നു എന്നാണ് പുറത്തോട്ട് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പം എന്തൊക്കെയായാലും ഇദ്ദേഹത്തിന്റെ ഭാര്യ അടക്കം ഒരു വണ്ടി ഞാനിവിടെ കാണിക്കാം. ഈ വാഹനത്തിന് മുകളിൽ കയറി നിന്ന് ഈ ഒരു സമരത്തിന് വേണ്ടിയിട്ട് പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പോലീസുകാര് ഈ ഒരു വാഹനം തല്ലി തകർക്കുന്ന പിന്നീടുള്ള രംഗങ്ങളാണ് പുറത്തോട്ട് വന്നത്. പിന്നെ ഈ CJP പാർട്ടിയിലെ കുട്ടികളും പോലീസുകാരുടെ വാഹനം തല്ലി തകർക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. എന്നാലും 160ഓളം പോലീസുകാർക്ക് ഇപ്പൊ നിലവിൽ പരിക്കേറ്റിട്ടുണ്ട്, 60ഓളം വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇതിനകത്തൊന്നും മനസ്സിലാക്കാം. ഇപ്പൊ പുറത്തോട്ട് വരുന്ന ഒരു വാർത്തകളൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ APJ അബ്ദുൽ കലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുകയാണെങ്കിൽ 600 മില്യൺ യൂത്ത് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പം നേരിൽ കണ്ട് യൂത്തിന്റെ ഒരു എന്താണ് ആ ഒരു ഇത് നമ്മൾ നേരിൽ കണ്ടതാണ്. അപ്പം എന്തൊക്കെയായാലും ഈ ഒരു പ്രൊട്ടസ്റ്റിന് പോയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള രഞ്ജിനി ഹരിദാസിനും ദിയായ്ക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കത് കേട്ടിട്ട് വരാം. ഞാൻ ഇന്ന് സമരപന്തലിലാണുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇന്നലെ ടിയർ ഗ്യാസ് ഒക്കെ അടിച്ചിട്ട് മൊത്തത്തിൽ നല്ല പണിയൊക്കെ കിട്ടിയായിരുന്നു. എൻ്റെ മുഖം കാണുമ്പോഴറിയാം നല്ല രീതിയിലുള്ള വീക്കോ. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ബോഡിയിൽ മുഴുവനും നല്ല നീരും നല്ല രീതിയിൽ എൻ്റെ മുന്നിൽ കണ്ട ഒരുപാട് മനുഷ്യർ നല്ല വൃത്തിയായിട്ട് അനുഭവിച്ചു. അതായത് നല്ലോണം എന്നെ ഒന്ന് ചവിട്ടി കൂട്ടി അതിൻ്റെ വരുമായിരുന്നു. അതെനിക്ക് അറിയാം. areas within this road, and it's amazing to see. Look at this. അത്രയധികം ആൾക്കാർ ഇവിടെ അകത്തേക്ക് ഈ തിരക്കിലൂടെയാണ് നമ്മൾ പോകുന്നത്. The kids of today, you are not going to push them back. You're going to smile it with them. Landed in Delhi, got to Jantar Mantar. We're still trying to get to my hotel. At the hotel, the full area is blocked. Every way that we're trying to get in is blocked. Like, we are not able to access it in like any way. And they're telling us, go to the next one, go to the next one. So now they said the next one they'll open it for you if you have a booking, but we'll see. Hey you guys, so I am doing this from the protest site here in Jantar Mantar. In fact, we're in between Jantar Mantar and Sunset. The protest march was supposed to happen in the morning at 9 a.m. It's still not happened because the Delhi police have barricaded off every area possible. They have made it absolutely impossible for this march to happen, and everyone who's managing to get out of the barricades is being tear gassed and lathi charged, and there have been so many casualties. Like, it's been terrible. And right now what's happened is, initially we managed to get inside this area, next to the truck and in front, almost close to the barricade, the first barricade. Now they've blocked off the back area and every other area, so no one is allowed to come in, and everyone is being tear gassed and lathi charged from all sides outside. So we've been kind of locked in.
അപ്പം ഇത് മാത്രമല്ല ജാൻമണി ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു പ്രകടനമാണ്. അപ്പം ഇതൊക്കെയാണ് ടിയർ ഗ്യാസ് നന്നായിട്ട് ഇവര് ഉപയോഗിക്കുന്നുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞാല് ടിയർ ഗ്യാസ് തന്നെയല്ല, ഇവര് ഇങ്ങനെ എറിഞ്ഞിട്ട് എന്തോ ഒരു സംഭവം കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. പിള്ളേരെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. പട്ടിയെ പോലെ ഇട്ട് തല്ലിയാണ്. ശരിക്കും തല്ലി പൊളിക്കണമെന്നൊക്കെ തന്നെ വിചാരിച്ചുകൊണ്ട് എടാ ഇതിനകത്ത് ആണി അടിച്ചിട്ട് ഈ ലാത്തിയിൽ ആണി അടിച്ചിട്ട് പിള്ളേർക്ക് ആഞ്ഞടിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം കണ്ണിച്ചോര ഇല്ലാത്ത പരിപാടിയാണ് കാണിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിക്കാൻ വേണ്ടിയിട്ട്, മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി, നല്ലൊരു സൊസൈറ്റി ഉണ്ടാകാൻ വേണ്ടി. ഇതാണ് ഡെമോക്രാറ്റിക് ഇന്ത്യ, ഇതാണ് ജനാധിപത്യ രാജ്യം. ഇതൊക്കെ കണ്ടിട്ട് ജനാധിപത്യ രാജ്യമാണെന്ന് തോന്നുന്നില്ല ഗൈസ്. എനിക്ക് ഒട്ടും തോന്നുന്നില്ല. എനിക്ക് പേടിയാണ്. ഇപ്പൊ ഇന്ത്യയിൽ ജീവിക്കാൻ തന്നെ പേടിയാവുകയാണ്. ചോദ്യം ചോദിക്കുന്നവന്റെ അടപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ കുട്ടികൾ ചോദിച്ച ചോദ്യം കാര്യമല്ലേ? ഇവിടെ രാഷ്ട്രീയവും കാര്യങ്ങളും ഒന്നുമല്ല. രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചേക്ക്. അവർക്ക് ജീവിക്കണം. നമ്മൾ 90 കിഡ്സ് ആണ്. നമ്മളെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് പോട്ടെ, ജോലി ഇല്ലെങ്കിൽ പോട്ടെ 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 മുന്നോട്ട് നമ്മളെല്ലാം അഡ്ജസ്റ്റ്മെന്റിലൂടെ പോകുന്നത്. പക്ഷെ ഇപ്പം ഈ ഒരു ജെൻസി കിഡ്സ് എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കേണ്ട സമയത്ത് റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പേഴ്സൺ അവർ ചോദിക്കേണ്ട ചോദ്യം അവർ ചോദിച്ച് അതിനൊരു റെട്ടിഫൈ ചെയ്ത് ഒരു ക്ലാരിറ്റിയോടെ മുന്നോട്ട് പോകുന്ന കുട്ടികളാണ്. ഐ ആം സോ പ്രൗഡ് ഓഫ് യു ഗൈസ്. അപ്പം നമ്മളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പഠിച്ചിരുന്നെങ്കിൽ ജെൻസി അങ്ങനെയല്ല. എനിക്കെന്തോ അവരോട് നല്ലൊരു ആത്മാഭിമാനം എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു നിമിഷത്തില്. അപ്പം അങ്ങനെ ഈ നമ്മുടെ ഓരോ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർ ഈ തെരുവിൽ കിടന്ന് അടി കൊള്ളുമ്പോഴത്തേക്ക് അത് നോക്കി നിന്നിട്ട് അയ്യോ ഒരു കമന്ററി പറയാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്കാവുന്നില്ല. ശരിയല്ലേ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അതൊരു പരീക്ഷ എഴുതുമ്പം ആ പേപ്പർ ലീക്ക് ആകുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കഠിനമായിട്ടുള്ള ഒരു പ്രയാസമാണ്. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കാശ് ഇതിന്റെ പുറകിൽ പോകുന്നുണ്ട് ഗൈസ്. നീറ്റ് എക്സാം അത്രയും പാടുള്ളതാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ +1 +2 സയൻസ് ബയോളജി പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം പാടാണ്. സയൻസ് പഠിച്ച് കയറിയെടുക്കാൻ നല്ല പാടാണ്. അപ്പൊ എന്തിനാണ് ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം? ഈ നീറ്റ് എക്സാം എന്നുള്ള ഒരു സംഭവം അതങ്ങ് വേണ്ട എന്ന് വെച്ചുള്ളൂ. ഞാൻ ഉൾപ്പെടെ 2012 +1 +2 പാസ് ഔട്ട് ആയ വ്യക്തിയാണ്. ഞാൻ പാലാ ബ്രില്യൻ കോളേജിന്റെ ആ ഒരു അണ്ടറിലാണ് ഈ ഒരു എക്സാം. അപ്പൊ ഞങ്ങൾക്ക് നീറ്റ് ഒന്നുമില്ല. എന്താണ് നമ്മള് ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എക്സാം, എൻട്രൻസ് എക്സാം എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ അതൊക്കെ എഴുതിയ വ്യക്തിയാണ്. ആസ് യൂഷ്വൽ കിട്ടിയില്ലെന്നല്ല, കിട്ടി. റാങ്ക് ഒരുപാട് മുകളിലായതുകൊണ്ട് ഞാൻ അതിന്റെ പുറകിന് പോയില്ല. ഞാൻ BC എടുത്ത് വളരെ മാന്യമായിട്ട് ആ വഴിക്ക് അങ്ങ് പോയി. അപ്പം എനിക്ക് അത്ര കിട്ടണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നല്ല ടഫാണ്. ഇപ്പോഴും എന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതുകൊണ്ട് ഏത് പാതിരാത്രി ചോദിച്ചാലും കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ആ ഒരു സംഭവം എനിക്ക് ബൈ ഹാർട്ടാണ്. അതെനിക്ക് ടെസ്റ്റ് പോലും വേണ്ട. എനിക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ടെസ്റ്റ് പോലും വേണ്ട. ആ ഒരു ഗുണമുണ്ട്. അപ്പം ആ ഒരു എക്സാം വേണ്ടാന്ന് വെച്ചുകൂടെ? ഇത്രയും നീറ്റും അതും ഇതൊക്കെ എഴുതി വന്നിട്ട് ഡോക്ടേഴ്സ് ഇവിടെ എത്ര നല്ല ക്വാളിറ്റി ഉള്ള ഡോക്ടേഴ്സ് ഉണ്ടേ. അപ്പൊ ആ ഒരു സംഭവം വേണ്ട എന്ന് വെക്കുക. കുട്ടികളെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്താതിരിക്കുക. എന്തുകൊണ്ട് കേന്ദ്രം കണ്ണടയ്ക്കുന്നു? കേന്ദ്രം ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക തന്നെ വേണം. അപ്പം ഈ വീഡിയോ നന്നായിട്ട് ലെങ്തി ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നി വെച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യുക. ഞാൻ അപ്ഡേറ്റ് നിങ്ങൾ നന്നായിട്ട് കണ്ടാൽ മാത്രം ഞാൻ ഇതിനെ തുടർന്നുള്ള അപ്ഡേഷൻ തരുന്നതായിരിക്കും. അപ്പൊ പിന്നെ കാണാം. ബൈ.